കാട്ടാന ശല്യമുള്ള ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിട കോളനിയിൽ ഫെൻസിംഗ് പ്രദേശത്ത് കാട് വെട്ടിത്തെളിക്കുന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഇടകോളനിയിൽ ഫെൻസിംഗ് പ്രദേശത്ത് കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി നടക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പ്രദേശം സന്ദർശിച്ചു. ഈ അടുത്ത കാലത്ത് കാട്ടാന ശല്യം രൂക്ഷമായ ഇവിടങ്ങളിൽ ഫെൻസിംഗിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദേശവാസികളും ഫോറസ്റ്റ് അധികൃതരും ചേർന്ന് കാട് വെട്ടിത്തെളിക്കുന്ന പ്രവർത്തനം നടത്തുന്നത്. മഴക്കാലമായാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇവിടെ താൽക്കാലികമായ മരപ്പാലത്തിന് പകരം ഒരു സ്ഥിരം പാലം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കലും വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളിയും പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ രാജഗിരി ഇടക്കോളനി എന്ന പ്രദേശം കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ജനവാസ മേഖലയിൽ ആനയും പന്നിയും വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ആന വീടിൻ്റെ മുറ്റം വരെ എത്തി. അങ്ങനെ ജനങ്ങളാകെ ആശങ്കാകുലരായിരിക്കുന്ന ഈ സമയത്ത് അവിടുന്ന് ഫോറസ്റ്റുകാരെ വിവരമറിയിച്ചതനുസരിച്ച് അവരിന്ന് കുറച്ച് പേര് ഫോറസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആ 8-ാം വാർഡിൽ അവിടുത്തെ ജനങ്ങളും കൂടെ കൂടി സമാധാനമായിട്ടിരുന്ന ഫെൻസിങ്ങിൻ്റെ അങ്ങോട്ടേക്കുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി എന്താ പറയണ്ടേ, കൃഷി ഇറക്കിയിരിക്കുന്ന കർഷകർ അവരുടെ തെങ്ങും കൃഷികൾ മുഴുവനും ഒറ്റയാനൊക്കെ വന്ന് ഇറങ്ങി അങ്ങ് നശിപ്പിച്ച് വല്ലാതെ കളഞ്ഞ് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഭരണസമിതി ഞങ്ങൾ ഫണ്ടതിന് വേണ്ടി ഫെൻസിങ്ങിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു വർഷത്തേക്ക് ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഫണ്ട് വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നത്ര ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ അവിടെ പോവുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇടക്കൊളനിയിലോട്ട് കിടക്കുന്ന ഒരു പാലമാണ്. അത് ഒരു മുളപ്പാലമാണ്. അതിന് ഇപ്രാവശ്യത്തേക്കതൊന്ന് ഈ വർഷത്തേക്കൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നല്ലൊരു പാലം, ഒരു ഇരുമ്പ് പാലം, അതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം. അവർക്ക് ഈ കരയിൽ നിന്നും അങ്ങേക്കരയിലേക്ക് അങ്ങോട്ടേക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അവർക്കല്ലാതെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മുൻപിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തുന്നത് തന്നെ ഞങ്ങളുടെ ഈ ഭരണസമിതി മുന്നേറുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യംസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രദേശം സന്ദർശിച്ചത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.